നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് കടൽ. പക്ഷെ കടലിനകത്ത് ഭയങ്കര ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ഉപ്പ് കലർത്തി വെച്ചേക്കുവാണ് ദൈവം, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഉപ്പ് ദൈവം ഇതിനകത്ത് കലർത്തി ഇട്ടേക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സോഴ്സിൽ നിന്നുള്ള വെള്ളം, നമ്മൾ അരുവിയാവട്ടെ, നദിയാവട്ടെ, പിന്നെ കായലാവട്ടെ, ഇതിൻ്റെ എല്ലാം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ രീതിയിലും, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഫിൽട്ടർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീ വാട്ടറാണ്, അല്ലേ? അപ്പം ചിലപ്പോൾ വിചാരിക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സോഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവവും സീ വാട്ടർ തന്നെയാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതൊന്നും സോഴ്സ് ആവാൻ പറ്റാതെ നിൽക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? അതിൻ്റെ ഒരു ചിന്ത, ജസ്റ്റ് ഒരു ചിന്തയാണ് ഞാൻ. അത് ചിലപ്പോൾ ഒരു ഫാൻറ്റസി ആയിരിക്കാം, അപ്പോൾ എൻ്റെ ഒരു ചിന്തകൾ മാത്രമായിരിക്കാം. നമ്മുടെ ഇന്റീരിയർ ക്രസ്റ്റിനകത്ത്, നമ്മുടെ ഏറ്റവും നടുക്കുള്ള ഭാഗം, നമ്മുടെ എർത്തിന്റെ നടുക്കുള്ള ഭാഗത്ത് ക്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ലാവ പോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ചില സ്ഥലങ്ങളിൽ ശക്തിയുള്ള സ്ഥലങ്ങളാണ് പൊട്ടി ലാവയായിട്ട്, അഗ്നിപർവ്വതങ്ങളായിട്ടൊക്കെ പൊട്ടി വരുന്നത്. അപ്പോൾ അതേ രീതിയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലെ പ്രതലം തണുപ്പിക്കാൻ വേണ്ടിയാണ് കടലാക്കി ദൈവം നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ കടലിൽ നിന്നുള്ള സോഴ്സ് നമ്മൾ ഇല്ലാതാക്കുക, ഈ വെള്ളം ഒരുപാട് നമ്മൾ അവൈലബിലിറ്റി നമ്മൾ ഇതിനകത്ത് നിന്ന് ആക്കുവാന്നുണ്ട്, സീന്ന് നമ്മൾ വെള്ളം ഒരുപാട് എടുക്കുവാന്നുണ്ട്, ഈ വെള്ളത്തിന്റെ സോഴ്സ് ഓൾമോസ്റ്റ് എല്ലാം അങ്ങ് തീരും. അപ്പം നമുക്ക് അതിനകത്ത് കിടക്കുന്ന ജീവജാലങ്ങളും എല്ലാം, മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ചത്തുപോയി. ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കി, അതൊന്നും ഇല്ലാതെ ഒരു കടൽ തീരം പോലെ തന്നെ അങ്ങ് വരെ ദുബായിലും നമുക്ക് അമേരിക്കയിലും ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലായി പോയി കഴിഞ്ഞാൽ